ഹായ്, ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് അഭിരാമാണ്. അഭിരാം ജർമ്മൻ പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ ഹൈഡ്രോ സയൻസ് മാസ്റ്റേഴ്സിന് അഡ്മിഷൻ കിട്ടിയ സ്റ്റുഡൻ്റാണ്. ജർമ്മനിയിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള TU ഡ്രെസ്ഡനിലാണ് അഭിരാമിന് അഡ്മിഷൻ കിട്ടിയിട്ടുള്ളത്. അഭിരാം ഇതിനു മുമ്പ് ബാച്ചിലേഴ്സ് ഏതായിരുന്നു പഠിച്ചിരുന്നത്? ഞാൻ ബാച്ചിലേഴ്സ് സിവിലായിരുന്നു പഠിച്ചിട്ടുള്ളത്. കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നായിരുന്നു കംപ്ലീറ്റ് ചെയ്തത്. അതെ, ഓക്കെ. ഇത് എന്താ ബാച്ചിലേഴ്സ് കഴിഞ്ഞ് അപ്പം തന്നെ? ആക്ച്വലി ഞാൻ ബാച്ചിലേഴ്സ് കഴിഞ്ഞ ഒരു 6 months വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ വർക്ക് ചെയ്തത് സൈറ്റിലായിരുന്നു, ഓൺ സൈറ്റ് ആയിരുന്നു, ബാംഗ്ലൂരിലായിരുന്നു. അപ്പോൾ എനിക്ക് ഇവിടുത്തെ ഒരു വേ ഓഫ് വർക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഒരു പുതിയൊരു എക്സ്പീരിയൻസ് ആയിക്കോട്ടെ വെച്ചിട്ടാണ് പുറത്തേക്ക് അബ്രോഡ് സ്റ്റഡീസിനെ പറ്റി ആലോചിച്ച് തുടങ്ങിയത്. അപ്പോഴാണ് ജർമ്മനി എന്നുള്ള ഒരു ഓപ്ഷൻ മുന്നോട്ട് വന്നത്. ജർമ്മനി അല്ലാതെ വേറെ കൺട്രീസ്? ജർമ്മനി അല്ലാതെ ആക്ച്വലി ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ UK ആയിരുന്നു നോക്കിയത്. കസിൻസ് ഒക്കെ ഓൾറെഡി അവിടെ പോയിട്ട് ഉള്ളത് കൊണ്ട് UK ആയിരുന്നു നോക്കിയത്. അപ്പോൾ അതിനാൽ തന്നെ അവിടെ പക്ഷേ ഫ്രീ ഓഫ് കോസ്റ്റ് എഡ്യൂക്കേഷൻ അല്ല എന്നുള്ളത് കൊണ്ട് നമുക്ക് ഫിനാൻഷ്യൽ സെക്യൂരിറ്റിയും കൂടെ നോക്കേണ്ട ഒരു ഇതായതുകൊണ്ട് ജർമ്മനി ചൂസ് ചെയ്തത്. ജർമ്മനി എന്താ, എങ്ങനെയാണ് ജർമ്മനിനെ പറ്റി അറിഞ്ഞത്? ജർമ്മനിനെ പറ്റി അറിഞ്ഞത് ആക്ച്വലി ഞാൻ പറഞ്ഞ മാതിരി കസിൻസ് UK ഉണ്ടായിരുന്നു. ഇതേപോലെ തന്നെ ജർമ്മനിയിൽ എന്റെ സീനിയേഴ്സ് ഉണ്ടായിരുന്നു. അപ്പൊ അവർ ഓൾറെഡി അവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. അപ്പോ അവിടുന്ന് തന്നെ അവർ വഴിയാണ് സ്കൈഹോക്കിനെ പറ്റിയും ശരണിനെ പറ്റിയൊക്കെ അറിയാൻ പറ്റിയത്. അപ്പോൾ ആ ഒരു രീതിയിൽ ഞാൻ ഇവരുമായിട്ട് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്തു, ശരണൊക്കെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്തു. സംസാരിച്ചപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ അറിയാൻ പറ്റി. നല്ല ഒരു ഓപ്ഷൻ ആണെന്നും അറിയാൻ പറ്റി. ജർമ്മനി ആക്ച്വലി അതെ, സിവിൽ ആസ്പിറൻസിന് നല്ലൊരു സ്ഥലമാണെന്ന് അറിയാൻ പറ്റി. ഇപ്പൊ മാസ്റ്റേഴ്സ് ഹൈഡ്രോ സയൻസിലാണ് ചെയ്യുന്നല്ലേ? അതെ. അപ്പോ ഹൈഡ്രോ സയൻസ് തന്നെ വേണമെന്നുണ്ടായിരുന്നോ ആദ്യം? ഞാൻ ആക്ച്വലി സസ്റ്റൈനബിൾ ആയിരുന്നു നോക്കിയിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഇൻട്രസ്റ്റ് ആയിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ ഇപ്പൊ നമ്മളൊരു കൺട്രിയിലോട്ട് പോകുമ്പോൾ അവിടെ ഏതാണ് മുന്നിട്ട് നിൽക്കുന്നതെന്നും കൂടെ അറിയണമല്ലോ. അപ്പോൾ അതിനാൽ ഞാൻ ചരണ വഴി അന്വേഷിച്ചപ്പോൾ അവിടെ കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഈ ഹൈഡ്രോ സയൻസിനാണ്. അതേപോലെ തന്നെ സസ്റ്റൈനബിളിന്റെ കോമ്പറ്റീഷൻ കൂടുതലാണെന്നും അറിയാൻ പറ്റി. അപ്പൊ അതിനെപ്പറ്റി കൂടുതൽ ഇൻഫർമേഷൻ കിട്ടിയ സമയത്താണ് ഹൈഡ്രോ സയൻസിലേക്ക് മാറാന്നുള്ളൊരു ഇതിലേക്ക്. അപ്പോ പ്രോസസ്സിംഗ് തുടങ്ങിയത് എന്നായിരുന്നു? പ്രോസസ്സിംഗ് തുടങ്ങിയത് ആക്ച്വലി ഒരു 4 to 5 months ബിഫോർ ആയിരുന്നു. അപ്പൊ ആ ഒരു ടൈമിലായിരുന്നു ഇനീഷ്യൽ ഏത് കൺട്രി വേണമെന്നൊക്കെ ചൂസ് ചെയ്തുകൊണ്ടിരുന്ന ടൈം. അതെ, UK ആണോ ജർമ്മനി ആണോ വേണ്ടതെന്നുള്ളത് അതൊന്ന് ഉറപ്പിച്ചിട്ടാണ്. ജർമ്മനി ഉറപ്പിച്ചതിന് ശേഷമാണ് അതിന്റെ പ്രോസസ്സിംഗ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. ഫസ്റ്റ് ഓഫ് ഓൾ APS ഒക്കെ വെച്ചിട്ട്. അന്ന് ഞാൻ ഈ പറഞ്ഞ ഒരു ബാംഗ്ലൂരായിരുന്നു. അപ്പോൾ അവിടുന്ന് ശരണം വഴി വർക്ക് ചെയ്ത് കഴിഞ്ഞിരുന്നു. ഞാൻ ഒരു കോഴ്സും കൂടെ ചെയ്തിരുന്നു. അതിന്റെ ഇടയ്ക്ക് ഒരു 3 months ഗ്യാപ്പിൽ ഒരു കോഴ്സ് ചെയ്തിരുന്നു. അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് സ്റ്റാർട്ടിങ് പ്രോസസ്സിംഗ് ഒക്കെ തുടങ്ങിയത്. ജർമ്മനിയാണ് ഫിക്സ് ചെയ്തിട്ട് APS ഒക്കെ സ്റ്റാർട്ട് ചെയ്ത്. അതെ, സ്കൈഹോക്കിലോട്ട് വന്നു. സ്കൈഹോക്ക് വഴി അതൊക്കെ ചെയ്തത്. 4 to 5 months APS എല്ലാം സ്കൈഹോക്ക് വഴി തന്നെ ചെയ്തത്. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു ഈ പ്രോസസ്സിംഗ്? വളരെ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രോസസ്സിംഗ് ആയിരുന്നു. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ എന്ത് ചോദിച്ചു കഴിഞ്ഞാലും ഓൺ സ്പോട്ട് റിപ്ലൈയും അതേപോലെ തന്നെ സപ്പോർട്ടും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വേറെ ഡൗട്ടും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. പിന്നെ എനിക്ക് ഇതിനെ പറ്റി ഒരു ഐഡിയ ഇല്ലാത്ത ഒരാളായിരുന്നു. അബ്രോഡ് എഡ്യൂക്കേഷനെ പറ്റിയിട്ട് ഒരു ഐഡിയ ഇല്ലാത്ത ഒരാളായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഏതൊരു ഏജൻസിനെ പുതിയൊരു ഏജൻസിയെ സമീപിക്കും, നമുക്ക് അതിൻ്റെതായ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഇവര് വളരെ കൂളായിട്ടാണ് നിങ്ങൾ ഹാൻഡിൽ ചെയ്ത കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെ എല്ലാം ഈസി ആയിട്ട്. ജർമ്മനി ചൂസ് ചെയ്യുന്ന എല്ലാ സ്റ്റുഡൻസും എന്തായാലും ജർമ്മൻ ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം. അപ്പോൾ ജർമ്മൻ ലാംഗ്വേജ് ഒരു മാൻഡേറ്ററി ഉള്ള കാര്യമല്ല എങ്കിലും അവിടെ ജീവിക്കണമെങ്കിൽ അതൊരു റിക്വയർമെന്റ് ആണ്. അപ്പോൾ അഭിരാം ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചിട്ടുണ്ടോ? ഞാൻ ആക്ച്വലി ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചൊരു A1 ലെവൽ കഴിഞ്ഞു. A2 ഒരു ബിഗിനിങ് സ്റ്റേജിലാണ്, ഒരു ഹാഫ് സ്റ്റേജിൽ എത്തി നിൽക്കുകയാണ്. അപ്പോൾ അപ്പോഴത്തേക്കാണ് വിസ വന്നിട്ട് അങ്ങോട്ടേക്ക് പോകാനുള്ള ഒരു ഇതിലേക്ക് എത്തിയത്. അപ്പോൾ ആക്ച്വലി ബേസിക് അറിയാമെന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. ബാക്കി അവിടെ പോയി കഴിഞ്ഞാൽ നമ്മൾ അവിടുന്ന് സ്പീക്ക് ചെയ്ത് റെഡിയാക്കി അല്ലെങ്കിൽ അവിടെ ഏതെങ്കിലും കോഴ്സ് ചെയ്തിട്ട് ഒരു 2 കൊല്ലം കൊണ്ട് എന്തായാലും അവിടെ PR എടുക്കണമെങ്കിലും അല്ലെങ്കിൽ അവിടെ ഒരു ജോബ് ചെയ്യണമെങ്കിലും എന്തായാലും ഓഫ് കോഴ്സ് ലാംഗ്വേജ് വേണം. അപ്പോൾ അതിനുള്ളിൽ പഠിച്ചെടുക്കുക എന്നുള്ളൊരു ഇതിലാണുള്ളത്. ഓക്കെ. അപ്പോൾ എന്താ യൂണിവേഴ്സിറ്റിക്കോ അല്ലെങ്കിൽ കോഴ്സിന് ലാംഗ്വേജ് മാൻഡേറ്ററി ഇല്ല, ഇംഗ്ലീഷ് ഓറിയന്റഡ് കോഴ്സ് തന്നെയാണ് ഹൈഡ്രോ സയൻസ് TU ഡ്രെസ്ഡനിലുള്ളത്. അപ്പോൾ അവിടെ ലാംഗ്വേജിന്റെ ബാരിയർ ഉണ്ടാവില്ല. പക്ഷെ ഈ പറഞ്ഞ മാതിരി അതൊരു മാൻഡേറ്ററി അല്ലെങ്കിൽ അത് അവിടെ ഒരു റിക്വയർമെന്റ് ആണ്. അവിടെ എന്തായാലും പാർട്ട് ടൈം ജോബ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ ലാംഗ്വേജ് പഠിച്ചേ പറ്റുള്ളൂ. പിന്നെ IELTS ക്ലിയർ ചെയ്തതാണ്. IELTS 8 band സ്കോർ ഉണ്ട്. അത് ആക്ച്വലി പറഞ്ഞ മാതിരി സ്റ്റാർട്ടിങ് സ്റ്റേജിൽ തന്നെയാണ്. ശരണൊക്കെ പറഞ്ഞിട്ട് ആദ്യം ക്ലിയർ ചെയ്തിരുന്നു. പറഞ്ഞതുകൊണ്ട് കാര്യങ്ങളൊക്കെ ആദ്യം ചെയ്യാൻ പറ്റും. ഇനിഷ്യലി തന്നെ APS IELTS ഒക്കെ അതിൽ വെച്ചിട്ടാണ് തുടങ്ങിയത്. അതെ. ഇപ്പോൾ ഓഫർ ലെറ്റർ കിട്ടി, ഇപ്പോൾ വിസയം വന്നിട്ടുണ്ട്, ഉടനെ തന്നെ ഫ്ലൈ ചെയ്യാൻ പോകല്ലേ? അതെ, ഒരു 3 ദിവസത്തിനുള്ളിൽ തന്നെ ഫ്ലൈ ചെയ്യാന്നുള്ളതാണ്. അതിന്റെ ഇടയ്ക്കാണ് ഈ ചെറിയൊരു പരിക്ക് പറ്റിയത്. അപ്പോൾ അതിന്റെ ഒരു ഡിലേ ഉണ്ട്. അത് കഴിഞ്ഞ ഉടനെ തന്നെ വിസയൊക്കെ കഴിയുമ്പോൾ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇനി എപ്പോൾ വേണേൽ ടിക്കറ്റ് ബുക്ക് ചെയ്ത് അങ്ങോട്ട് കയറേണ്ട ഒരു താമസം മാത്രമേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, സ്കൈഹോക്കിന്റെ ആ ഒരു സർവീസ് അത് എത്രമാത്രം സാറ്റിസ്ഫൈഡ് ആണ്?
അതിപ്പോ ഒരു 5 സ്റ്റാർ കൊടുക്കുകയാണെങ്കിൽ ഞാനൊരു 4.5 5 തന്നെ കൊടുക്കും സ്കൈഹോക്കിന്. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് അത്രയും ഫ്രണ്ട്ലി ആയിട്ടുള്ള അപ്രോച്ച് ആയിരുന്നു. നമ്മൾ എന്ന് വെച്ചാൽ പ്രൊഫഷണലാണ്, അതിന്റെ കൂടെ തന്നെ നമുക്ക് വേണ്ട സപ്പോർട്ടുകളൊക്കെ തരുന്നുണ്ട്. പിന്നെ എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഓൺ സ്പോട്ട് റെസ്പോൺസ് ഉണ്ട്, അതാണ് മെയിൻ കാര്യം. ഇപ്പം ഏതൊരു കാര്യത്തിനും സിമ്പിൾ ആയിട്ടുള്ള നമ്മളെ പേഴ്സണൽ ആയിട്ടുള്ള നമ്മളെ കാര്യങ്ങൾ, എഡ്യൂക്കേഷൻ ലോൺ അതുപോലത്തെ കാര്യങ്ങളടക്കം സ്കൈഹോക്ക് വല്ലാണ്ട് ഇൻപുട്ട് തന്നിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്നും അറിയാത്ത ഫ്രഷ് ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റിന് പറ്റിയൊരു ഏജൻസി തന്നെയാണ് സ്കൈഹോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ സ്റ്റുഡൻസിന് കൂടുതൽ പേഴ്സണലൈസ്ഡ് ആയിട്ടൊരു അറ്റൻഷൻ കൊടുത്ത് അവർക്ക് എന്താണോ ആവശ്യം ആ ഒരു കോഴ്സിലേക്ക് അല്ലെങ്കിൽ ആ ഒരു യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ അവർക്ക് എന്താണോ ആവശ്യം അതിലേക്ക് എത്തിക്കാൻ നമ്മൾ മാക്സിമം ശ്രമിക്കാറുണ്ട്. സോ എന്തായാലും ഹാപ്പി ജേണി. താങ്ക് യു സോ മച്ച്.